ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലോക്ക്ഡൗൺ കാരണം നമുക്ക് ഒരുമിച്ച് സഭയിൽ കൂടാൻ സാധിക്കുന്നില്ല. എന്നാലും ഓൺലൈനിൽ കൂടി കാണുന്ന എല്ലാവരെയും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുകയാണ്. നമുക്ക് അല്പനേരം കർത്താവിനെ ആരാധിക്കാം, അതിനുശേഷം വചനം കേൾക്കാം, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിൽ കർത്താവെ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണപ്പാ. ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതൻ്റെ മറവിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ അവിടുന്ന് വചനത്തിൽ വാഗ്ദാനം ചെയ്തല്ലോ, മാരകമായി എന്ത് വിഷം കുടിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. ആ വചനപ്രകാരം കർത്താവെ ഒരു പാൻഡമിക്കും ഒരു വൈറസും കർത്താവെ അങ്ങയുടെ ആത്മാവ് വസിക്കുന്ന ഞങ്ങളുടെ ആലയത്തിൽ കടക്കയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. Hallelujah. Thank you, Lord Jesus. Thank you for your presence, Lord. Hallelujah. കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങ് പാദപീഠത്തിൽ വരികയാണ്. കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അടിയങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി അപ്പ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച. ഹല്ലേലൂയ. രാജാതി രാജ, ദേവാതി ദേവ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പാടുന്നു കർത്താവെ. സ്തോത്രം, നന്ദി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുമേ മാറാമധു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനഖിലം. കൃപയരുളിടണേ ബലമണിയിക്കുമേ, കൃപയരുളിടുമേ ബലമണിയിക്കുമേ, മാറമധുരമായി മാറ്റിടുമേ, മാറമധുരമായി മാറ്റിടുമേ. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം
ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. ഇരുൾ നമ്മെ മൂടിടുമ്പോ ലോകവെളിച്ചമായവനണയും, രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ കരുതും. അവൻ ആലയത്തിൽ സ്വർഗ നന്മകളാൽ, അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും, നമ്മെ നിറച്ചിടും അനുദിനവും. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ എത്രയും നല്ലവൻ. ഹല്ലേലൂയ. അവൻ നല്ലവൻ, അവൻ വല്ലഭൻ. ഹല്ലേലൂയ. അവൻ്റെ ദയോർത്ത് നമ്മളെ നമുക്ക് സ്തുതിക്കാം. അങ്ങേ കർത്താവെ, അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവെ അടിയങ്ങളെ ഒരുക്കി അങ്ങയുടെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച നന്ദിയോടെ ഞങ്ങൾ കർത്താവെ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ പാടുകയാണ് കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. അർഹിക്കാത്ത നന്മകളെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് നൽകിയ ദയയുള്ള കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ പാടുകയാണ് കർത്താവെ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് തന്ന പദവിയെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് അർഹിക്കാത്ത പദവികൾ തന്ന് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തി അങ്ങയുടെ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പച്ച. നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി നാഥ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നിനക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നിത്യദൈവത്തിൻ സത്യപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. നിത്യദൈവത്തിൻ സത്യപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തി കർത്താവെ, ഉന്നത പദവി തന്ന് ഞങ്ങളെ നടത്തിയ കർത്താവെ സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. പ്രൈസ് യു. ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. സാധ്യതകളെല്ലാം അസ്തമിച്ച് ഹല്ലേലൂയ, പ്രയാസങ്ങളും ദുഃഖങ്ങളിലും ഹല്ലേലൂയ ഞങ്ങൾക്കുള്ളവരെല്ലാം ഞങ്ങളെ വിട്ടകന്നപ്പോൾ കർത്താവെ, അങ്ങ് ഹാലത്തിൽ എല്ലാത്തിലും ജയം തന്ന് ഞങ്ങളെ നടത്തി ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന് ഹല്ലേലൂയ ഇതുവരെ കരുതിയ രക്ഷകനെ അങ്ങേക്ക് സ്തോത്രം. ഇനിയും കർത്താവെ ഞങ്ങളെ കരുതി അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ പരിശുദ്ധ നാമം ഉയരട്ടെ അപ്പച്ച. അങ്ങ് പരിശുദ്ധൻ. അങ്ങയുടെ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് അപ്പച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആ ഗാനം നമുക്ക് ആലപിക്കാം. എല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല ഞാൻ
ദൈവം എന്നെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല ഞാൻ, ദൈവം തന്നെ നിർത്തിയതാ. നേടിയതല്ല, തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങ് മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങ് മാറിടുമ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ ഇനിയും കരുതി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. Hallelujah. Thank you, Lord Jesus. Praise you, we worship you, Lord Jesus. Hallelujah. കർത്താവേ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രപ്പ. ഓ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നാഥ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഇത്ര മഹത്വമുള്ള പദവിയെ കർത്താവെ അടിയങ്ങൾക്ക് തന്ന് കർത്താവെ അങ്ങയുടെ മക്കളാക്കി തീർത്ത അങ്ങയുടെ വലിയ മഹത്വത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന പച്ച. സ്വതന്ത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ആരാധിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ പാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാകും. പാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാകോ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാൻ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാൻ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാദരവായി. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം. ഊനമന്യെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ. ഊനമന്യെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും
വന്ദനമേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർക്കു നാമത്തിനാദരവായി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി നാഥ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം അപ്പാ രാജാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളൊന്നുമല്ലായിരിക്കെ കർത്താവെ ഞങ്ങളുടെ മക്കളാക്കി തീർത്ത് കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങേ സ്തുതിപ്പാനും ആരാധിക്കുവാനും തന്ന സമയത്തിനായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ക്ഷമിച്ച് കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മകളും കൊണ്ട് നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. നന്ദി നാഥ. ഓ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദി നാഥ. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്നവനെ ഞങ്ങളങ്ങേ ഹല്ലേലൂയ അങ്ങയുടെ മുമ്പിൽ കുമ്പിടുന്ന കർത്താവെ. ഹല്ലേലൂയ. ഓരാവും പകലും കർത്താവെ സ്വർഗ സൈന്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ഹല്ലേലൂയ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളായ കർത്താവ് പരിശുദ്ധൻ എന്ന് ഹല്ലേലൂയ എപ്പോഴും കർത്താവ് ഞങ്ങളുടെ കുമ്പിട്ട് ആരാധിക്കുന്ന സമയത്ത് കർത്താവെ അടിയങ്ങളുടെ ആരാധന ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദി യേശുരാജ. സ്തോത്രം, സ്തോത്രം. ഈ സമയത്തിനായി സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങൾ അടുത്ത സങ്കീർത്തനം 103 ബ്രദർ മോഹൻ ജോർജ് വന്ന് വായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളായിരിക്കുന്നിടത്ത് ഓൺലൈനിൽ കൂടി കാണുന്നവർ ബൈബിൾ തുറന്ന് 103 സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർസിക്കുന്നില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മേതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കൂടെ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നേക്കും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം അങ്ങയെ വാഴ്ത്തുകയും
അങ്ങയുടെ വിശുദ്ധനാമത്തെ സ്തുതിക്കുകയും അങ്ങേ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ കടമ കർത്താവേ. അതെപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ, അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഈ ദിവസം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. ആ വചനം ശക്തിയോടെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലുവാൻ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓൺലൈനിൽ കേൾക്കുന്നവർ അവരായിരിക്കുന്നിടത്ത് വചനം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കർത്താവ് വചനത്തിൽ കൂടി മാത്രമാണ് നമുക്ക് അനുഗ്രഹം തരുന്നത്, അല്ലെങ്കിൽ വിടുതൽ തരുന്നത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ മണ്ഡലത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലണം. വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, വീണ്ടും ജനിക്കുക എന്നുള്ളത് അത് ഒരു തുടക്കം മാത്രമാകുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷവും നമ്മൾ എപ്പിസൽസ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ സൗജന്യമായി നമുക്ക് ദാനമായി കിട്ടിയ വീണ്ടും ജനനം അതിന് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം വളരെ ശ്രദ്ധയോടെ വചനമനുസരിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ. നമ്മൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കി കൊണ്ടുവരണം. സോ വാട്ട് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ഈസ്, ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കണം. അടിസ്ഥാനപരമായ 10 മനോഭാവത്തെപ്പറ്റി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ചുരുക്കത്തിൽ ഞാൻ ഇന്ന് അത് പ്രസൻറ്റ് ചെയ്യുകയാണ്. മനോഭാവം എപ്രകാരമായിരിക്കണം. വീണ്ടും ജനിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അത് നമുക്ക് കർത്താവ് ദാനമായി തന്നു. അതിൽ ഒന്നാമത്തെ മനോഭാവം നമുക്ക് വേണ്ടത് ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി നമ്മൾ അംഗീകരിച്ചതിന് ശേഷം ആ അംഗീകാരത്തിൽ കൂടി നമുക്ക് എന്താണ് ലഭിച്ചത്, നമ്മുടെ ജീവിതത്തിൽ അതിനെ ആ അംഗീകരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം നമ്മളിലേക്ക് എങ്ങനെ കടന്നു വരുന്നത്, അത് അടിസ്ഥാനപരമായ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. സോ അന്നേരം ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്ത് സംഭവിച്ചു, ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി എന്ത് സംഭവിച്ചു, നമ്മൾ അതിൻ്റെ ഭാഗവക്കായി എങ്ങനെ മാറി എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം തൊട്ട് അല്പം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അന്നേരം എന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തത്? 4-ാം വാക്യം വീണ്ടും വായിക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് 13-ാമത്തെ വാക്യം നോക്ക്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രകുത്തിയിരിക്കുന്നു. ആമീൻ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ലോകാരംഭത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ക്രിസ്തുവിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായി നിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഒരു വിശ്വാസിയെ ദൈവം മുദ്രകുത്തി. ആമീൻ. ഹല്ലേലൂയ. അതിനുശേഷം ആ അധ്യായം തന്നെ 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും
വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, പിതാവായ ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യം പിതാവ് ചെയ്ത വിഷയം ഇതാണ്: ക്രിസ്തുവിനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും മേലെ തലവനായി ഉയർത്തി, സഭയുടെ തലവനായി ഉയർത്തി. എന്നിട്ട് 2-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും, ഇനി നമ്മെ പറ്റിയാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആമേൻ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പിതാവായ ദൈവം അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ ജഡത്തിൻ്റെ ദുരാശയിൽ നടന്ന ആ കാലഘട്ടത്തിൽ അത് നമ്മൾ ആദത്തിലായിരുന്നു. വി വെർ ഇൻ ആഡം. ആമീൻ. ആദത്തിലായിരുന്ന നമ്മെ പിതാവായ ദൈവം ക്രിസ്തുവിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസൽസ്, ഈ പുസ്തകങ്ങൾ, ഈ പൗലോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു 100 കൂടുതൽ പ്രാവശ്യം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: യു ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും. ഈ ഒരു സത്യം നമ്മൾ വീണ്ടും ജനിച്ച നമ്മളെ വിശ്വാസികൾ മനസ്സിലാക്കുന്നെങ്കിൽ, അതിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ആഴത്തിലുള്ള ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. 7-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആമേൻ. ക്രിസ്തുവിനെ ഉയർപ്പിച്ചു ആദ്യം. ആ സമയത്ത് പൗലോസ് പറയുകയാണ്, നമ്മളും സൗജന്യമായി നമ്മൾ രക്ഷപ്പെട്ടതിന് ശേഷം നമ്മളെയും സൗജന്യമായി ക്രിസ്തുവിൽ കൂടി നമ്മളെയും ഉയർപ്പിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ആയിരിക്കുന്നിടത്ത് നമ്മളെയും ആക്കി വെച്ചു. അതാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ആമീൻ. ഹല്ലേലൂയ. വളരെ ആഴമായ ഈ സത്യം ഒരു വിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ആത്മീയ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഇങ്ങനെ ബൈബിൾ പറയുന്നുണ്ടല്ലോ, സ്വർഗരാജ്യം എന്നത് ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും സന്തോഷവുമാകുന്നു. എന്നാൽ സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. നമ്മൾ മനസ്സിൽ നമുക്ക് സമാധാനമുണ്ടോ, നമുക്ക് സന്തോഷമുണ്ടോ? ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വാസ്തവത്തിൽ ശരിയായിട്ടും ആ ജോയ്, ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടോ? 24/7 ആ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് പറയുന്നു, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എപ്പോഴാണ് പൗലോസ് അത് എഴുതിയത്? കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയ എഴുത്താണിത്, നിങ്ങൾ സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ. ആമീൻ. ആ ആഴമായ ആ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ഇപ്രകാരം ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. അതാണ് ക്രിസ്തു പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ ലേഖനം 8:36 പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ തീർച്ചയായും സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകുന്നു. ഇഫ് ദ സൺ ഓഫ് ഗോഡ് സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. ആമീൻ. എന്നിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:2 പറയുന്നുണ്ട്, അതിപ്രകാരം പറയുന്നു, റോമൻസ് 8:2, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്
ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആമീൻ. ഇത് വളരെ ആഴമായ ഒരു സബ്ജക്റ്റാണ്. പൗലോസ് എഴുതി വച്ചിരിക്കുന്ന ആ സത്യം, ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ജീവാത്മാവിൻ്റെ നിയമം, ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നമ്മളെ ആദത്തിൻ്റെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അന്നേരം ഒന്നാമത്തെ മനോഭാവം നമുക്കുണ്ടായിരിക്കേണ്ടത് ഇതാണ്: ക്രിസ്തു നമ്മളെ 100% സ്വതന്ത്രരാക്കി. നമുക്ക് അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സമാധാനവും എപ്പോഴും ഒരു സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും എൻ്റെ ആലയത്തിൽ ഒന്നുമില്ലെങ്കിലും. വളരെ രസകരമായ ഒരു സംഭവം, ആ വചനമാണ്. ഹബക്കൂക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ അവസാനം ഇങ്ങനെ പറയുന്നു, അതിൻ്റെ ലാസ്റ്റിൽ അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഈ പ്രവാചകൻ ഇത് എഴുതുമ്പോൾ ക്രിസ്തു അന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതിന് മുമ്പേ എഴുതുകയാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. അപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ പുതിയ നിയമത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രകുത്തി, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ഒരു പക്വതയിലേക്ക് നമ്മൾ വന്നിട്ടില്ലെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ ഇതുപോലെ ഈ പ്രവാചകൻ എഴുതിയിരിക്കുന്ന പോലെ ചില സന്ദർഭങ്ങളിൽ വരും. പക്ഷേ ആ സമയത്തൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നു. ആമീൻ, ഹല്ലേലൂയ. അന്നേരം ഈ രക്ഷയുടെ ദൈവം ക്രിസ്തു നമ്മുടെ ഉള്ളിലും നാം ക്രിസ്തുവിലും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം ധന്യമാണ് ഈ ലോകത്തിൽ. അവിടെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അല്ലാതെ നമുക്ക് സാമ്പത്തികമായ അനുഗ്രഹം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ മാത്രം സന്തോഷിക്കുന്ന ഒരവസ്ഥയല്ല. അത് ഈ ബൈബിളിൽ പറയുന്ന സന്തോഷമല്ല. അതൊരു ഹാപ്പിനെസ്, അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു ആനന്ദം മാത്രം. പക്ഷെങ്കിൽ ഈ ബിബ്ലിക്കൽ ജോയ് അത് ക്രിസ്തുവിൻ്റെ രക്ഷയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ആ മനോഭാവം എപ്പോഴും നമുക്ക് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ മനോഭാവം. അത് വളരെ ആഴമായതും വളരെ അത്യാവശ്യമായതും ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇൻ ദ ബ്രീഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: യു ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ്. ഇത്രയും ഈ ക്രൈസ്റ്റ് ഇൻ അസ് എന്ന് പറയുന്നത് പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ എഴുതി വെച്ചു. ദ ക്രൈസ്റ്റ് ഹോപ്പ് ഓഫ് ഗ്ലോറി ഹി ഈസ് ഇൻ അസ്. മഹത്വത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സോ 2 things happened. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ, ഒന്ന്, നമ്മൾ ക്രിസ്തുവിലായി. ആമേൻ. ക്രിസ്തു കുരിശിൽ പോയപ്പോൾ നമ്മയും കൊണ്ടുപോയി, നമ്മൾ ക്രിസ്തുവിനോട് കുരിശിൽ ക്രൂശിക്കപ്പെട്ടു. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനിമേൽ ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തികളിൽ പൗലോസ് പറയുന്നുണ്ട്, അവനിൽ നമ്മൾ ചരിക്കുന്നു, അവനിൽ നാം ഇരിക്കുന്നു, അവനിൽ നാം ജീവിക്കുന്നു. ഇംഗ്ലീഷിൽ ഇൻ ഹിം വി ലിവ്, ഇൻ ഹിം വി മൂവ്, ഇൻ ഹിം ഈസ് അവർ ബീയിങ്. സോ പവർഫുൾ. പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ അവനിലും അവൻ എന്നിലുമാണ് ജീവിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഐ ആം ഇൻ മൈ ഫാദർ, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. ആമീൻ. ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. അതിനുശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ഐ ആം ഇൻ മൈ ഫാദർ, യു ആർ ഇൻ മീ, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാകുന്നു. ആമീൻ, ഹല്ലേലൂയ. ആ യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ ഒരു പ്രവചനമായിട്ട് പറഞ്ഞു. ദൈവം മരിക്കുന്നതിന് മുമ്പ്, ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഉയർത്തെഴുന്നതിന് ശേഷം പുതിയ ഉടമ്പടിയുടെ
പുതിയ ഉടമ്പടിയിൽ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വാഴാൻ പോകുന്നത് എന്നുള്ള ഒരു സത്യം ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ആമീൻ. ഞാൻ പിതാവിലായിരിക്കും, നിങ്ങൾ എന്നിലായിരിക്കും, ഞാൻ നിങ്ങളിലുമായിരിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വെളിപ്പാടുകൾ. ഹല്ലേലൂയ. സോ ഒന്നാമത്തെ മനോഭാവം അതിനനുസരിച്ച് കൂടുതൽ പറഞ്ഞു. കാരണം ഈ മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമീൻ. ബ്രദർ, ആ വേർഡ് ഓഫ് ഗോഡ് എന്നിട്ടെങ്ങനെ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, സോ യു ഹാവ് ടു പുട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. സെക്കൻഡ് ആറ്റിറ്റ്യൂഡ്, രണ്ടാമതുള്ള മനോഭാവം ഇതാണ്: വചനം പഠിക്കുക. നമ്മുടെ മനോഭാവം, വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താകുന്നു? ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നമ്മൾ ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, എസ്പെഷ്യലി ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്: ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ആഴമായിട്ട് ആ ബന്ധത്തിലേക്ക്, വചനമായിട്ടൊരു ബന്ധം, പരിശുദ്ധാത്മായിട്ടൊരു ബന്ധം. വചനമായിട്ട് ബന്ധമില്ലെങ്കിൽ പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, ദ വേർഡ് ഐ സ്പോക്ക് ടു യു ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്, ജീവനും ആത്മാവുമാകുന്നു. ഹല്ലേലൂയ. സോ നമ്മുടെ വചനം ആണ് ഏറ്റവും, അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും, വീണ്ടും ജനിച്ചവർക്കെല്ലാം ഇതിനെപ്പറ്റി ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ എപ്പോഴുമുള്ള ആറ്റിറ്റ്യൂഡ് വചനത്തോട് എന്തായിരിക്കണം? 1 Peter chapter 2 verse 2. 1 Peter chapter 2 verse 2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിശുക്കളെ പോലെ വചനം വായിക്കുമ്പോൾ കർത്താവ് അതിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട്, അതല്ലാതെ വചനത്തെ പല വിധത്തിൽ പലവരും പറയുന്ന വിധം വ്യാഖ്യാനിക്കുന്നൊന്നും പോകാതെ, അതാ പറഞ്ഞത്, ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. ആമീൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിലാണ് രക്ഷ പ്രാപിച്ചത്. അവിടെയാണ് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ജീവനും വന്ന് വസിക്കാൻ തുടങ്ങിയത്. ആമീൻ. നമ്മുടെ ശരീരം ഇതുവരെ രക്ഷ പ്രാപിച്ചിട്ടില്ല. അത് അവസാനം, റിഡംഷൻ ഓഫ് അവർ ബോഡി, അത് അവസാനത്തിൻ്റെ ദിവസത്തേക്ക് കാത്തിരിക്കുക. ആ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായ ഇല്ലാത്ത പാൽ കുടിപ്പീൻ. ഹല്ലേലൂയ. ആമീൻ. Psalms 119:127. Psalms 119:127. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വചനത്തിൻ്റെ ഏറ്റവും 127. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. മീൻസ്, അതുകൊണ്ട് നിന്റെ വചനങ്ങൾ എനിക്ക് പൊന്നിനേക്കാളും തങ്കത്തെക്കാളും അധികം പ്രിയമാകുന്നു. ആമീൻ. ഹല്ലേലൂയ. Another Timothy, 1 Timothy chapter 4 verse 1. 1 Timothy chapter 4 verse 1. ഹല്ലേലൂയ. സോ വചനധ്യാനവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആമീൻ. ഭാവി കാലത്ത് ചിലർ ആത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. പൗലോസ് തീമോത്തിക്ക് കൊടുത്ത ഒരു താക്കീതാണ് അവസാന നാളുകളിൽ. ആമീൻ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വചനത്തിനെതിരായിട്ട് ഭോഷ്ക് കൊണ്ടുവന്നിട്ട് വിശ്വാസികളെയും കൂടെ തെറ്റിക്കത്തക്കവണ്ണമുള്ള രീതിയിൽ വചനത്തെ വളച്ച് ഒടിച്ച് അവരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും. അന്നേരം ശരിയായിട്ടുള്ള വചനം നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ, ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ, ആമീൻ, നമുക്കൊരിക്കലും തെറ്റുപറ്റത്തില്ല. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചു, എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ ഗുഡ് വിൽ
അക്സെപ്റ്റബിൾ വിൽ ആൻഡ് പെർഫെക്റ്റ് വില്ലിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. മനസ്സിൻ്റെ നവീകരണം വചനത്തിൽ കൂടി നമ്മളത് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ വചനത്തോടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റി അല്ലെങ്കിൽ വചനത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. വാട്ട് ഐ വുഡ് സേ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വി നീഡ് എ പാഷൻ ഫോർ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പിക്ചർ വന്നു, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് പലരും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണും, പാഷൻ ഫോർ ക്രൈസ്റ്റ്. കാരണം ക്രിസ്തുവിൻ്റെ ആ പാഷൻ എന്ന് പറയുന്നത് സ്നേഹത്തെക്കാളും വലിയൊരു അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയത്തില്ല, ഇറ്റ്സ് സംതിങ് മോർ ദാൻ ലവ്. സോ യേശു ക്രിസ്തു മാനവരാശിയോട് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവിന് സ്നേഹത്തെക്കാൾ കൂടുതലൊരു പാഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാഷനിൽ കൂടിയാണ് ക്രിസ്തു തൻ്റെ ജീവൻ കുരിശിൽ കൈവെടിഞ്ഞത്, തന്നെത്താൻ കുരിശിലേക്ക് പോയി. അതുപോലെ നമുക്കും വചനത്തെപ്പറ്റി നമുക്കൊരു സ്നേഹം മാത്രമല്ല, ഒരു പാഷൻ വേണം. പാഷൻ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ആമീൻ ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഊറഭാഷക്കത്തോ വചനത്തിൻ്റെ എത്രമാത്രമായൊരു ആഴമായിട്ടുള്ള കാര്യമാണ് ക്രിസ്തു പറഞ്ഞെന്നറിയാവൂ. ഹല്ലേലൂയ. 2 Corinthians 9:7. 2 Corinthians 9:7. 2 Corinthians 9:7. ആമീൻ. ഹല്ലേലൂയ. സോ ഈ വചനം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. അന്നേരം ഇതിനെ ഇവിടെ പറയുന്നത് നമ്മളെ കൊടുക്കുന്നതിനെ പറ്റിയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയമായി തന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 Corinthians 9:7, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമീൻ. അന്നേരം ഈ കൊടുക്കുക മീൻസ് നമ്മൾ ടൈത്ത്, ഓഫറിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സന്തോഷത്തോടെ കൊടുക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. വാട്ട് എവർ ബി അവർ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യം എന്തായാലും നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നിർബന്ധത്താലോ സങ്കടത്തോടോ അരുത്, പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് കൊടുക്കണം, സഭയിൽ അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നു അതുകൊണ്ട് കൊടുക്കണം, അങ്ങനെ കൊടുക്കരുതെന്ന് കർത്താവ് പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ വചനത്തെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ 119 സങ്കീർത്തനം മുഴുവനിലും വചനത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, അതെനിക്ക് പാദത്തിന് വെളിച്ചമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 Corinthians chapter 4, 3 and 4. 2 Corinthians chapter 4, 3 and 4. 2 Corinthians chapter 4, 3 and 4. Yeah. Yes. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. 4 നെക്സ്റ്റ്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആമീൻ. ഈ കുരുടായ മനസ്സ് എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വചനത്തിന് മാത്രമേ തുറക്കാൻ പറ്റൂ. ഓൺലി വേർഡ് ഓഫ് ഗോഡ് ക്യാൻ ഓപ്പൺ ഇറ്റ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തന്നെ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഈ കുരുടായിരുന്ന മനസ്സ്. ഹല്ലേലൂയ. എവിടെയോ വചനം കേട്ടപ്പോൾ, ആരോ നമ്മോട് വചനം പറഞ്ഞപ്പോൾ, എവിടെയോ നമ്മൾ വചനം വായിച്ചപ്പോൾ, അത് നമ്മുടെ ആ കുരുടാക്കി വെച്ചിരുന്ന മനസ്സിനെ ആ വചനം തുറന്നു. ഹല്ലേലൂയ. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് ഒരു ദേവദാസൻ്റെ ഒരു കരിസ്മാറ്റിക്കിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ചെന്ന് ആ വ്യക്തി ഇങ്ങനെ ബൈബിൾ തുറന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നീ എനിക്കുള്ളവൻ തന്നെ. ആമീൻ. നീ അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് ആ വചനം വായിച്ചു. ആ വചനം അദ്ദേഹം വായിച്ചെന്നെ കേൾപ്പിച്ചപ്പോൾ ആ വചനം എന്നെ ഹിറ്റ് ചെയ്തു. അതുവരെ ഞാൻ നല്ലൊരു ക്രിസ്ത്യാനിയാണ്, ഒരു കാത്തലിക് വിശ്വാസിയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കൊന്ത പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊക്കെ പറഞ്ഞു നടന്ന ഞാൻ ആ വചനം കേട്ടപ്പോൾ അകത്തൊരു ഇടി. അന്നേരമാണ് കുരുടായിരുന്ന എൻ്റെ മനസ്സ് തുറന്നത്. അത് ഞാൻ സോ ദാറ്റ് ഇസ് ഐ വാണ്ട് ടു ടെൽ യു, നമ്മുടെ വചനത്തോടുള്ള മനോഭാവം നമുക്ക് ഭയമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമീൻ. വചനത്തെ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടണം. സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്.
സെവൻ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വിഷയമുണ്ട്. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദർ ആർ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. അതിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു 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 ക്യാരക്ടറാണ് ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ നമ്മുടെ ഉള്ളിൽ ഫിയർ ഓഫ് ദ ലോഡ്, ദൈവത്തോടുള്ള ഒരു ഭയം കൊണ്ടുവരും. എന്താണ് ദൈവത്തോടുള്ള ഭയം? വാസ്തവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തോടുള്ള ഭയം ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ കുറെ കൂടെ മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ സൺഡേ നമ്മൾ സർവീസ് കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ഇത്രയും നാൾ നമ്മളിരുന്നു. പലപ്പോഴും നമ്മൾ ഓൺലൈനിൽ കേൾക്കുമ്പോൾ വചനം കേൾക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് അത് പല പല ജോലികൾ ചെയ്യും. ചിലപ്പോൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വചനം കേൾക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. വചനത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുകൾ മടക്കണം. ഹല്ലേലൂയ. വചനം നമ്മളെ സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനം ദൈവം തന്നെ ആകുന്നു. ദൈവം അവിടെ വചനത്തിൽ കൂടി, ആത്മാവിൽ കൂടി നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഇല്ല. പലരും സഭയിലിരുന്ന് ഇപ്പോഴറിയില്ല, പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫാസ്റ്റിംഗ് പേർ നടക്കുകയാണ്, പ്രസംഗം നടക്കുന്നു, ആരാധന നടക്കുന്നു, എല്ലാവരും മൊബൈലിലാണ്. മൊബൈൽ വരുമ്പോൾ, കോൾ വരുമ്പോൾ എഴുന്നേറ്റ് വെളിയിലോട്ട് ഓടും, പിന്നെ വന്ന് ഇരിക്കും, പിന്നെ പോവും, പിന്നെ വരും. സോ ദീസ് ആർ നോട്ട് ദ right thing, that is because we do not have any fear of the God. That means fear of the word of God. Hallelujah. So രണ്ടാമത്തെ മനോഭാവം നമുക്കുണ്ടായിരിക്കേണ്ടത് വചനത്തോടെപ്പോഴും നമുക്ക് ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്, വചനം ദൈവമാകുന്നു, ഒരു റെവറൻസ് ആവശ്യമാണ്. ഓക്കെ. മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡ്, എപ്പോഴും നമ്മൾ താങ്ക്സ് ഗിവിങ്, നമ്മൾ എപ്പോഴും നന്ദി പറയാനുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മൾ കർത്താവിന് താങ്ക്സ്, കൃതജ്ഞാസ്തോത്രങ്ങൾ അർപ്പിക്കണം. ഹല്ലേലൂയ. എന്തിനാണ് കൃതജ്ഞാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് വെച്ചാൽ, നമ്പർ 1, ആ രക്ഷയെ ഓർത്ത് നമ്മൾ കൃതജ്ഞാസ്തോത്രങ്ങൾ അർപ്പിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതെല്ലാം ശരി തന്നെ. പക്ഷേ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ട്രൂത്ത് ഈസ് നമ്മൾ എപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ആ എഫെസ്യൻസ് ലേഖനത്തിലൊക്കെ പഠിച്ച പോലെ അന്ധകാരത്തിൽ നിന്ന് അതിക്രമങ്ങളായിരുന്ന നമ്മെ ദൈവം അതിൽ നിന്ന് വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ ബുദ്ധികുത്തി, ഹല്ലേലൂയ, സ്വന്തം പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച ആ പിതാവിന് ക്രിസ്തു വഴി നമ്മളെപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 1 Thessalonians chapter 5:18. 1 Thessalonians chapter 5:18. Chapter 5, verse 18. Very good. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ആമേൻ. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം എന്താണ്? ക്രിസ്തുവേശുവിൽ നമ്മളെപ്പറ്റി എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. അന്നേരം വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ മുദ്രയേറ്റ നമുക്ക് എന്താണ്? എപ്പോഴും സ്തോത്രം ചെയ്യുവീൻ. അതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. 2 Corinthians 3:17. 2 Corinthians 3 and verse 17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആമീൻ. ആ സ്വാതന്ത്ര്യത്തിൽ കൂടിയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. എന്തിനാണ് നന്ദി പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ മുദ്രകുത്തിയിരിക്കുന്നു, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുകയാണ്. എത്രയോ മനുഷ്യർ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു. എപ്പോഴും പലവിധത്തിലുള്ള ഡിപ്രഷൻസ്, റിജക്ഷൻസ്, അങ്ങനെ ആൻസൈറ്റി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യത്താൽ തകർക്കപ്പെട്ട വിശ്വാസികൾ ജീവിക്കുന്നു. അവർക്ക് ഈ സത്യം മനസ്സിലാക്കുമെങ്കിൽ, ഈ ആറ്റിറ്റ്യൂഡ് അവർക്കുള്ളിൽ ഉണ്ടെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ഞാൻ പരിശുദ്ധമായ മുദ്രയേറ്റിരിക്കുന്നു, ഞാൻ വചനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും കർത്താവിന് നന്ദി പറയാൻ സാധിക്കും. നന്ദിയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും സ്തോത്രം ചെയ്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അല്ല നമ്മുടെ കാര്യസായത്തിന് വേണ്ടി നന്ദി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അത് പറയുന്നത് തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ രക്ഷിച്ച, ക്രിസ്തുവിലാക്കി വെച്ച ദൈവത്തിന്, പിതാവായ ദൈവത്തിന്, ക്രിസ്തുവിൽ കൂടി നമുക്ക് എപ്പോഴും നന്ദി പറയണം.
നാലാമത്തെ നമുക്ക് മനോഭാവം ഉണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാണ് നാം. ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികൾ. മത്തായിയുടെ സുവിശേഷം 5:14 തൊട്ട് 16 വരെ. മത്തായിയുടെ സുവിശേഷം 5:14 തൊട്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്, അപ്പോൾ അതിൽ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ആമേൻ. സോ അന്നേരം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, അംബാസഡർ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുമ്പോൾ, അവൻ്റെ വെളിച്ചം, ദൈവം വെളിച്ചമാകുന്നു. ആദ്യം ദൈവം പറഞ്ഞു ലെറ്റ് ദർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടെന്ന് പറഞ്ഞത്. അത് സൂര്യനെ ചന്ദ്രനെ ഉണ്ടാക്കിയതല്ല. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ മനസ്സിലാവും. ഗോഡ് സെഡ് ലെറ്റ് ദർ ബി ലൈറ്റ്, ഹി ഈസ് ലൈറ്റ്. സോ നമ്മൾ ആ ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. നമ്മൾ ആ ലൈറ്റിനെ റെപ്രസെൻറ്റ്. സോ വി ആർ ഓൾസോ ലൈറ്റ്. അതാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അങ്ങനെ നമ്മൾ ആ വെളിച്ചം പ്രകാശിപ്പിക്കുമ്പോൾ, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തരുതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഐ വിൽ ടെൽ യു വൺ തിങ്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയ കാര്യം, മൈ ഗ്ലോറി ഈസ് ഇൻ യു ആൻഡ് ഗ്ലോറി ഈസ് ഹോൾ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് ദ ഗ്ലോറി. ആമീൻ. അതാണ് നമ്മൾ ആ കൊളോഷ്യൻസ് ഇതിൽ വായിച്ചത്. ക്രിസ്തു മഹത്വത്തിൻ്റെ പിതാവ്, ക്രിസ്തു മഹത്വത്തിൻ്റെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. സോ ഗ്ലോറി ഈസ് ഇൻ അസ്. ദറ്റ് ഗ്ലോറി ഈസ് ദ ക്യാരക്ടർ ആട്രിബ്യൂട്ട് ഓഫ് ദ ഗോഡ്. അതിലൊരു വെളിച്ചം, ആ വെളിച്ചം ക്യാരി ചെയ്യുന്നവരായി നമ്മൾ ചെല്ലുന്നിടത്ത്, അന്ധകാരം നിറഞ്ഞ ഒരു വീട്ടിലാണ്, സ്ഥലത്താണ് നമ്മൾ കടന്നു ചെന്നെങ്കിലും ആ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അന്ധകാരത്തെ മാറ്റിക്കളയും. ആമീൻ. ഹല്ലേലൂയ. നമ്മൾ കടന്നു ചെല്ലുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരണം. ആ ലൈറ്റ്, ആ വെളിച്ചം അവിടെ വെളിപ്പെട്ട് വരണം. ദാറ്റ്സ് എ ലോർഡ് വാസ് ടെല്ലിങ്. എല്ലാ വിശ്വാസികളും ഈ അന്ത്യകാലഘട്ടത്തിൽ, ഹല്ലേലൂയ, നമ്മൾ റിവൈവൽ, ഉണർവ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെളിച്ചത്തെ വഹിക്കുന്നില്ലെങ്കിൽ, അന്ധകാരത്തെയാണ് നമ്മൾ വഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലഷിലാണ്, ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ, ഈ വെളിച്ചം പ്രകാശിക്കത്തില്ല, ഒരു ഉണർവും വരുത്തില്ല. ഹല്ലേലൂയ. ആമീൻ. സോ ഈ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ നമ്മൾ ഒന്ന് വെളിച്ചം വഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ മുദ്രകുത്തി ക്രിസ്തു വസിക്കുന്ന സ്ഥലത്ത് വെളിച്ചം 100% ഉണ്ടെന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 ഒരു സ്നേഹത്തെപ്പറ്റി പറയുന്നു. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കർത്താവിന് നന്ദി പറയാൻ സാധിക്കും. ആ വലിയ സ്നേഹത്തെ, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു എന്നതിലാണ് ദൈവസ്നേഹം ഇരിക്കുന്നതെന്ന് യോഹന്നാൻ എഴുതി വെച്ചല്ലേ. ആമീൻ. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. അന്നേരം സ്നേഹമാണ് ഏറ്റവും ഉത്തമം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ലവ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന. എന്തുവാ? പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തി ദൈവകർത്താവിനെ സ്നേഹിക്കുക. സോ ഒരു ലവ് എന്ന ആ അഗാപ്പെ ലവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം. അങ്ങനെ ആ താങ്ക്സ് ഗിവിങ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിറുപിറുക്കുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. നാലാമത്തെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രെയർ, പ്രാർത്ഥന. ഹല്ലേലൂയ. ഉഷഖരന്തനീബ. പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ ഒരു ഉപകരണം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പ്രയർ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയും ജോഷുവ സൂര്യനെയും ചന്ദ്രനെയും നിർത്തി. അന്നേരം ആ സമയത്തല്ല ജോഷുവ പറഞ്ഞുകൊണ്ട് അത് നിന്നതിന് കാരണം, നമ്മൾ പഴയ നിയമത്തിൽ ആ ടബർനാക്കിളിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ അഭിപ്രായം നമ്മൾ വായിക്കും, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ തേജസ് ആ കൂടാരത്തിൽ ഇറങ്ങി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് മോശ ദൈവമായിട്ട് സംസാരിച്ചിട്ട് മോശ പോയി കഴിയുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ജോഷുവ അവിടെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ആ ദൈവ തേജസ്സിൻ്റെ അകത്ത് ആ കൂടാരം വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ. ആമീൻ. അങ്ങനെ ഒരു റിലേഷൻ ജോഷുവ ദൈവവുമായിട്ട്, ആറ്റിറ്റ്യൂഡ്, ഒരു ഡെവലപ്മെൻറ്റ്, ദൈവമായിട്ടൊരു ബന്ധം ഡെവലപ്പ് ചെയ്തെടുത്തു.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ലൈക്ക് ഐ വാസ് വിത്ത് മോസസ് ഐ വിൽ ബി വിത്ത് യു. അങ്ങനെ ജോഷുവ കൽപ്പിച്ചപ്പോഴാണ് ആമേൻ സൂര്യനും ചന്ദ്രനും അതിൻ്റെ സ്ഥാനത്ത് നിന്നത്. അതുപോലെ തന്നെ നമ്മൾ ദാനിയേലിനെ പറ്റി പറയും, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് സിംഹം ഒക്കെ. പക്ഷെ ദാനിയേലിൻ്റെ ജീവിതം നോക്ക്, ദാനിയേലും ദൈവമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. 3 നേരം പ്രാർത്ഥിക്കുക, പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി, അപ്രകാരം ദൈവവുമായിട്ടൊരു ഇൻറ്റിമസി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവ് ആ സമയത്ത് ചില വ്യക്തികളിൽ ഇറങ്ങി വന്ന പോലെ ചില പ്രത്യേക കാര്യത്തിന് വേണ്ടി ആ ദൈവത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവവും ദാനിയേലുമായിട്ട് ഒരു ബന്ധം. ആമീൻ. ആ ഒരു ബന്ധത്തിൽ കൂടിയാണ്, ആ പ്രെയർ ലൈഫിൽ കൂടിയാണ് ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന സമയം വളരെ വ്യക്തമായിട്ട് നമ്മൾ മാറ്റിവെക്കണം. ഹല്ലേലൂയ. അതിനെന്ത് ത്യാഗം സഹിക്കുന്നെങ്കിലും സഹിച്ച് ആ പ്രാർത്ഥനാ സമയം, രാവിലെ 3 മണിക്ക് എഴുന്നേക്കണോ, 4 മണിക്ക് എഴുന്നേക്കണോ, അല്ലെങ്കിൽ പകൽ സമയം, വാട്ട് എവർ ഇറ്റ് ബി, രാത്രി കുറേ നേരം ലേറ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയോ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ. യു സ്റ്റാർട്ട് വിത്ത് 1 hour. പലരും പറയും 10 മിനിറ്റ് 15 മിനിറ്റ്. 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും പ്രാർത്ഥന നടക്കത്തില്ല. 1 hour ടെലിഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ല സമയത്ത് ദ ബെസ്റ്റ് പ്രെയർ ഈസ് നമ്മൾ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക, വചനം വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് representing developing the attitude in prayer. Acts 4:13. Acts 4:13. അവൻ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ട് അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നറിഞ്ഞു. ആമീൻ. യേശുവിനോട് കൂടെ ആയിരുന്നവർ. യേശുവിൻ്റെ സ്വഭാവം എന്തുമായിരുന്നു? എപ്പോഴും പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്കറിയാം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് എന്തുവാ ചോദിച്ചാൽ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുക. ആമീൻ. ടീച്ച് us to pray. ഹല്ലേലൂയ. കാരണം അവർക്ക് മനസ്സിലായി ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും, ആമീൻ, അതെല്ലാം നടന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയിലാണെന്ന്. ആ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ, ഞാൻ ഒരു സത്യം പറയാം, നമ്മൾ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് അലച്ചിട്ടും മ്യൂസിക് അടിച്ചിട്ടും കാര്യമില്ല. പ്രെയർ ലൈഫ്, the more you pray, spend the time in the presence of the Lord, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അഭിഷേകമാണ് ശാശ്വതമായിട്ട് നമ്മളിൽ നിൽക്കുന്ന അഭിഷേകം. ആ അഭിഷേകമാണ് നുകത്തിൻ്റെ കെട്ടുകളെ തകർക്കുന്നത്, പാപത്തിൻ്റെ ശക്തിയെ പൊട്ടിക്കുന്നത്, പാപത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. chapter 4 verse 4 also. Chapter 4 verse 4 also. Acts. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. അന്നേരം ഈ വചനം എന്ന് പറയുന്നതാണ് ആ പ്രാർത്ഥനയുടെ ശക്തി. ആമീൻ. പ്രാർത്ഥന, പ്രെയർ. ദ മോർ യു പ്രേ ആൻഡ് ഗോ ഫോർ മിനിസ്ട്രി, ദൈവശുശ്രൂഷ ചെയ്യണമെങ്കിൽ കൂടുതലും പ്രാർത്ഥിച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവശുശ്രൂഷ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഒരു തേജസ് വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ അഞ്ചാമത്തെ മനോഭാവമാണ് പ്രാർത്ഥനയുടെ മനോഭാവം. 6ാമത്തെ മനോഭാവമാണ് സ്തുതിയുടെ മനോഭാവം. ഹല്ലേലൂയ. സാംസ് 34:1 എപ്പോഴും ഒരു സ്തുതിയുടെ 6ാമത്തെ മനോഭാവം വിശ്വാസിയായ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും സ്തുതിയുടെ മനോഭാവം. 34:1 സാംസ് 34:1 34:1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇറ്റ്സ് സോ പവർഫുൾ. നമ്മൾ വിശ്വാസിയായ നാം, നമ്മുടെ നാവിൽ എപ്പോഴും ഇരിക്കേണ്ടത് അവനെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആമീൻ. സി, ദാറ്റ് ഇസ് വൈ പലരും ലൂസ് ടോക്ക്, വേണ്ടാത്ത വർത്തമാനം, അതിഭാഷണം ശരിയല്ല. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിഭാഷണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ഒരു ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കും. അത് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിൽ ആ ചോർച്ച, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ചോർച്ച, നമ്മളത് മനസ്സിലാക്കാൻ പറ്റാത്തത് വലിയൊരു സങ്കടകരമായ കാര്യമാണ്.
ആവശ്യത്തിന് മാത്രം. അതുകൊണ്ട് ഞാൻ വാമൂടി വെക്കണം എന്നുള്ളതല്ല, അത് എന്താണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക. എന്തിനാണ് സ്തുതിക്കുന്നത്? ബിക്കോസ് ഓഫ് ഹിസ് മാഗ്നാനിമിറ്റി. അവൻ്റെ ആ വലിയ മഹത്വം, അല്ലെങ്കിൽ ആ വലിയ രാജാവ്, വലിയ ദൈവം, എല്ലാത്തിനും മേൽ ഉപരിയായിരിക്കുന്ന ദൈവം. ഇങ്ങനെ പറയുന്നത് ക്രിസ്തുവിൽ കൂടി, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആ നമ്മളിപ്പോൾ ഇരിക്കുന്നതും ശ്വസിക്കുന്നതും നമ്മൾ നടക്കുന്ന ഭൂമിയും എല്ലാം ക്രിസ്തുവിൽ കൂടി, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതിനുവേണ്ടി നമുക്ക് അവനെ സ്തുതിക്കാം, അവന് സ്തോത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ കുറച്ചിങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കും വി ആർ ഓൾ സീറോ, നമ്മൾ ഒന്നുമില്ല. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു സൗജന്യമായി ദൈവം തന്നിരിക്കുക, നമ്മൾ നടക്കുന്ന ഭൂമി സൗജന്യമായി തന്നിരിക്കുക, അല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചു. ഹല്ലേലൂയ. സോ ഇതിനു വേണ്ടിയെല്ലാം ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് ആരാധിച്ച് നടക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കും. അത് 6ാമത്തെ മനോഭാവം. 7ാമത്തെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ഒരു മനോഭാവം. ഹല്ലേലൂയ. ഇത് വളരെ അത്യാവശ്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാണ്. ആമീൻ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. ഉൽപ്പത്തി മുതൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തന്നെ കൂട്ടായ്മയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. ഫോർ ദ ഫെലോഷിപ്പ്. ആമീൻ. അത് നമ്മൾ മനസ്സിലാക്കണം, ആ ഫെലോഷിപ്പ്. അന്നേരം നമ്മൾ കുടുംബത്തിൽ ഒരു കൂട്ടായ്മ, സഭയിലൊരു കൂട്ടായ്മ, നമ്മൾ എവിടെ ആയിരിക്കുന്നോ നമ്മുടെ കൂട്ടായ്മ ആണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാതൽ. ഹീബ്രു ചാപ്റ്റർ 10:25. ഹീബ്രു 10:25. കണ്ടോ? നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്താണ്? നോട്ട് ഫോർസേക്കിംഗ് ദ അസംബ്ലിംഗ് ഓഫ് അവർസെൽഫ് ടുഗദർ ആസ് ദ മാനർ ഓഫ് സം ഈസ്, ബട്ട് എക്സോർട്ടിംഗ് ഓൺ അനദർ ആൻഡ് സോ മച്ച് ദ മോർ ആസ് യു സീ ദ ഡേ അപ്രോച്ചിങ്. ഈ 9ാമത്തെ ഹീബ്രു 24 പുട്ട് 24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. എബ്രായർ ലേഖനം എഴുതിയ രചനകർത്താവ് എഴുതിയിരിക്കുകയാണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. ഫെലോഷിപ്പിൻ്റെ ഏറ്റവും സഭയെന്ന് പറയുന്നത് ഫെലോഷിപ്പിന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയത്. ക്രിസ്തു തൻ്റെ സഭയുടെ തലയായി നമ്മളിപ്പം വായിച്ചു. ക്രിസ്തു സഭയുടെ തലയാണ്. വി ആർ ദ ബോഡി. ആ സഭയെ ദൈവം സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിക്കുമ്പോൾ ദർ ഇസ് എ കോർപ്പറേറ്റ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. ദർ ഇസ് എ പവർഫുൾ അനോയിൻറ്റിങ്. അവിടെ ഒരു ആത്മാവിൻ്റെ വലിയൊരു ഫെലോഷിപ്പിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും. അതിനുശേഷം ഗലേഷ്യൻസ് 5:13 ഒരുപാട് വാക്കുകളുണ്ട്, ഞാനത് പലതൊക്കെ വിട്ടിട്ട് ഞാൻ പോവുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഹല്ലേലൂയ. സോ അഗെയിൻ ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിംഗ് ത്രൂ അപ്പോസ്റ്റൽ പോൾ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ട്രൂ. ഓക്കെ, സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. That is again talking about the fellowship. Then Ephesians chapter 4:2. Ephesians 4:2. ആമീൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവേൻ. ആമീൻ. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവേൻ. നമ്മുടെ വിശ്വാസികളുടെ ജീവിതം തന്നെ നമ്മളൊന്ന് നോക്കുമ്പോൾ എപ്പോഴും നമുക്കിത് സാധിക്കുന്നുണ്ടോ? ദീർഘക്ഷമയോടെ നടക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ഷമയിൽ ഒഴുകാൻ സാധിക്കുന്നുണ്ടോ?
അന്യോന്യം പുറത്തു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ദീസ് ആർ ആ ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, ഫെലോഷിപ്പിൻ്റെ മനോഭാവം നമ്മളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:11, ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:11, ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:11. ഓക്കെ, വെരി ഗുഡ്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ച് തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവേൻ. ആമേൻ. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവേൻ. ഹല്ലേലൂയ. ഇതെല്ലാം എന്തിനാണ് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? ഈ മനോഭാവം എന്തിനു വേണ്ടിയാണെന്നുള്ളതെന്നറിയോ? ആദ്യം നമ്മൾ പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം മീൻസ് ക്രിസ്തുവിലായിരിക്കുകയും ക്രിസ്തു നമ്മളിലായിരിക്കുകയും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ രക്ഷ അത് 100% ദൈവം നമ്മളെ ആ സമയത്ത് സ്വതന്ത്രമാക്കി. ഹല്ലേലൂയ. ആ രക്ഷയുടെ ആഴമായ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ രക്ഷ പദ്ധതി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്, ആ രക്ഷയുടെ അകത്ത് ശത്രു വന്ന് കള വിതയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ്, ഈ മനോഭാവം നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ ഈ ഫെലോഷിപ്പ് എന്നുള്ളത് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ സ്നേഹം, അല്ലെങ്കിൽ പരസ്പരം എന്താ പറയുന്നത്, മേഴ്സി, അല്ലെങ്കിൽ ഗുഡ്നെസ് കാണിക്കുക, എക്സ്റ്റെൻഡ് ദ മേഴ്സി ടു അതേഴ്സ്, ഷോ ദ ഗുഡ്നെസ് ടു അതേഴ്സ്. ഇതെല്ലാം നമ്മുടെ ഫെലോഷിപ്പിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബൈബിൾ പറയുന്നു, നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് തണുപ്പത്ത് പുതപ്പില്ലെങ്കിൽ നമ്മൾ നല്ലപോലെ പുതച്ച് കിടക്കുമ്പോൾ ആ ഒരു പുതപ്പ് അവന് സംഭാവനയെ കൊടുക്കുക. സോ ദീസ് ആർ ഓൾ ദ ഫെലോഷിപ്പ് കമ്മിങ് ഔട്ട് ഫ്രം ദ ലവ്. സ്നേഹത്തിൽ നിന്ന് ഉടനെടുക്കുന്ന ഒരു കൂട്ടായ്മ. ഓക്കെ, അന്നേരം 7ാമത്തെ നമ്മുടെ മനോഭാവം എപ്പോഴും കൂട്ടായ്മയുടെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് തന്നെ കൂട്ടായ്മയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമ്മളത് ചെയ്യണം. അങ്ങനെയാണ് ദൈവം നമ്മുടെ അനുഗ്രഹം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. 8ാമത്തെ മനോഭാവം ഒരു പ്രോസ്പെരിറ്റി, ഒരു ഉന്നതിയുടെ മനോഭാവം. പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ പണസംബന്ധമായ ധനസംബന്ധമായ മനോഭാവം മാത്രമല്ല, അതും തെറ്റല്ല. ഞാൻ പറയുന്നത്, വചനം പറയുന്നു, ധനവും ബഹുമാനവും കർത്താവിൻ്റെ പക്കലുണ്ട്. ധനവും ബഹുമാനവും കർത്താവിൻ്റെ പക്കലുണ്ട്. അവൻ എല്ലാത്തെയും ഭരിക്കുന്നു. അവനാണ് എല്ലാത്തിനെ വിസ്താരമാക്കുന്നതും ശക്തീകരിക്കുന്നതും. പക്ഷേ ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ വീണ്ടും ജനിച്ച വ്യക്തികൾ താഴോട്ട് നോക്കരുത്. എപ്പോഴും മനോഭാവം, ഞാൻ വളരും, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എന്നെപ്പറ്റി ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകത്തിൽ ലോകാരംഭത്തിനു മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം നന്മയ്ക്കും നല്ലതിനും അനുഗ്രഹത്തിനുമാണ്. ആ ഒരു തലത്തിലേക്ക് ഞാൻ എപ്പോഴും നമ്മുടെ ആ മനോഭാവം ഉണ്ടായിരിക്കണം. അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ഹല്ലേലൂയ. അത് ഈ ആത്മാവിൽ നടക്കുമ്പോഴാണ്. എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ യേശുക്രിസ്തു നിക്കോദെമസിൻ്റെ അടുത്ത് പറഞ്ഞു, ജഡത്തിൽ ജനിച്ചവൻ ജഡവും ആത്മാവിൽ ജനിച്ചവൻ ആത്മാവുമാകുന്നു. സോ വേറെ ഇടത്ത് പറയുന്നുണ്ട്, ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ജഡം നമുക്കൊന്നും ഉപകരിക്കുന്നില്ല. സോ നമ്മൾ ജഡത്തിൻ്റെ തലത്തിലേക്ക് ആത്മാവിൻ്റെ തലത്തിൽ എപ്പോഴും നടക്കാൻ ശ്രമിക്കണം. എപ്പോഴും ഈ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് നടക്കും. പല വിശ്വാസികളിലും, കൂടുതൽ വിശ്വാസികളുടെ അകത്ത് അങ്ങനെ ആ ക്ലാഷ് നടക്കുമ്പോൾ, അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ ആ ജഡത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് പല വിശ്വാസികളും ഡിപ്രഷനിൽ പോകുന്നതും ആൻസൈറ്റി അല്ലെങ്കിൽ ആകുലരാകുന്നതും. പിന്നെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ടെന്ന് കർത്താവ് പറയും. അങ്ങനെ ഹൃദയം അസ്വസ്ഥമാകുന്നതൊക്കെ അതിനെ അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അന്നേരം എപ്പോഴും നമ്മൾ ഈ മനോഭാവം, ഇപ്പം പറയുന്ന ഒരുപാട് മനോഭാവങ്ങളുണ്ട്. ഇത് കുറച്ച് മനോഭാവങ്ങൾ കർത്താവ് എനിക്ക് ഒരു ബുക്കിൽ കൂടി എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ഞാൻ അതിനെ മെഡിറ്റേറ്റ് ചെയ്തു. ഓരോ ദിവസവും നമ്മൾ ഇതിനെപ്പറ്റി ധ്യാനിച്ച് നമ്മളിൽ ഇത് വളരുന്നുണ്ടോ എന്നുള്ള ഒരു തലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ആ പ്രോസ്പെരിറ്റി നമ്മൾ പറയുന്നത്. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 15. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 15. Luke, Gospel of Luke, chapter 12 verse 15. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? യേശുക്രിസ്തു പറഞ്ഞു.
സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവേൻ. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ആമേൻ. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5-8. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5-8. നമ്മൾ 8ാമത്തെ മനോഭാവമാണ് നമ്മൾ പഠിക്കുന്നത്. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5-8. ആമേൻ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ഇതൊരു പ്രോസ്പെരിറ്റിയുടെ പ്രോമിസാണ്. മീൻസ് ഞാൻ മോശയോടിരുന്ന പോലെ ആത്മീയവും ഭൗതികവും ശാരീരികമായ തലത്തിൽ ജോഷുവയുടെ അടുത്ത് ദൈവം പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോടും കൂടെ ഇരുന്ന് നിന്നെ ഒരു പ്രോസ്പെരിറ്റി തലത്തിലേക്ക്, ഈ 3 തലത്തിൽ ആത്മീയവും ഭൗതികവും ശാരീരികമായ തലത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരോട് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമീൻ. വെരി സിമ്പിൾ പ്രമാണങ്ങൾ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ എൻ്റെ വചനം വിട്ട് എൻ്റെ ഉപദേശം വിട്ട് മാറരുത്. അങ്ങനെ ആകുമ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതജ്ഞനായും ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികളെല്ലാം സാധിക്കണമെങ്കിൽ വെരി സിമ്പിൾ സൊല്യൂഷൻ കർത്താവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. രാവും പകലും അവൻ്റെ വചനം മാത്രം ധ്യാനിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ആത്മീയ മണ്ഡലത്തിലേക്കുള്ള മനോഭാവത്തിൽ നടക്കുക. സോ എവറിത്തിങ് വിൽ ബി ഫുൾഫിൽ. ആമീൻ. സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. അന്നേരം 8ാമത്തെ ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞ് ഒരു പ്രോസ്പെരിറ്റി, ഒരു വളർച്ചയുടെ മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം. 9ാമത്തെ ആറ്റിറ്റ്യൂഡ് ഗിവിങ്, മറ്റുള്ളവർക്ക് കൊടുക്കുക, കൊടുക്കുന്ന ഒരു മനോഭാവം. ഹല്ലേലൂയ. കൊടുക്കുന്ന ഒരു മനോഭാവം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി, പിതാവായ ദൈവം ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു അല്ലേ? അവൻ കൊടുക്കുകയായിരുന്നു, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കൊടുത്തു. ആമീൻ. പിന്നെ അവൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി തന്നു. സോ എവ്രി ആറ്റിറ്റ്യൂഡ്, എവ്രി പ്ലാൻ ഓഫ് ഗോഡ് വാസ് ഗിവിങ്. ആമീൻ. എപ്പോഴും കർത്താവ് കൊടുക്കുന്നവനാണ്. കൊടുക്കുന്നതിലാണ് കർത്താവിന് സന്തോഷം. എബ്രാഹിമിനെയൊക്കെ വിളിച്ചങ്ങ് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും അല്ലേ? കൊടുക്കുന്നതില്ലേ, ഐ വിൽ ബ്ലെസ് യു, എഗെയിൻ ഐ വിൽ ബ്ലെസ് യു. എല്ലാവരും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴറിയാം, എബ്രഹാം, ഐസക്, ജേക്കബ്, ഇവരെല്ലാം ദൈവം വിളിച്ച് അവരെ അനുഗ്രഹിച്ച് കൊണ്ടുപോകുക. സോ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഗിവിങ്. ഈ ഓൾവേസ് ഈസ് എ ഗിവർ. ആമീൻ. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡും ദൈവം ആഗ്രഹിക്കുന്നത്, വി ഓൾസോ ഷുഡ് ഹാവ് എ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗിവിങ്. നമ്മുടെ മനോഭാവം അങ്ങനെ ആയിരിക്കും, കൊടുക്കുന്ന മനോഭാവം. അപ്പോസ്തല ആക്ട് 20:35. ആക്ട് 20:35. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ആമീൻ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ക്രിസ്തു പോയതിന് ശേഷം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുകയാണ്, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു ക്രിസ്തു, ആമീൻ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശു ക്രിസ്തു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. 2 Corinthians chapter 9 verse 8-10. 2 Corinthians verse 8-10. ആമീൻ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആമീൻ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്നതിനൊരു മനോഭാവം. ഇങ്ങനെ ദൈവത്തിന് തങ്ങളാൽ
ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഹല്ലേലൂയ. വെരി സിമ്പിൾ പ്രിൻസിപ്പിൾ. ഗിവ് ഇറ്റ്, ഐ മീൻ ദെൻ ലീവ് ഇറ്റ് ഓൺ ദ ഗോഡ്സ് ഹാൻഡ്. സമ്പന്നനാകും എന്നത് കൊണ്ട് കൊടുക്കണ്ട. ഞാൻ പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ, ബിക്കോസ് ഈ ഗീവ് ഹിംസെൽഫ് ടു അസ്, അതുകൊണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു സന്തോഷത്തോടെ. എന്നിട്ട് റെസ്റ്റ്, വാട്ട് എവർ യു വാണ്ട് ടു ഡു, യു വിൽ ഡു ഇറ്റ്. യു വിൽ മൾട്ടിപ്ലൈ, യു വിൽ മേക്ക് ഇറ്റ് 100-fold. He said, 30, 60, 100-fold, whatever it be. So let him do it. 9ാമത്തെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ് പറഞ്ഞത്, കൊടുക്കുക. 10ാമത്തത് ക്രിസ്തുവിൻ്റെ ഹൃദയം അന്വേഷിക്കുന്ന ഒരു മനോഭാവം. ആറ്റിറ്റ്യൂഡ് ഓഫ് ചേസിങ് ഗോഡ്സ് ഹാർട്ട്. മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 30. മാർക്ക് 12:30. ഹല്ലേലൂയ. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു. അതിനുശേഷം അവൻ വന്ന്, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ, ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു. സോ ലവിങ് ഗോഡ്. ഇത് വേറെ ഒരു വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം ഇടുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഓരോ അവസ്ഥയിലും ദൈവത്തിൻ്റെ ഹൃദയ ഇടുപ്പ് എങ്ങനെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഈ മനോഭാവങ്ങൾ 9 വരെ പഠിച്ചപ്പോൾ, ഇപ്പോൾ ഒരു പാവപ്പെട്ടവരെ നമ്മൾ കാണുക. അവനെ കാണുമ്പോൾ ദൈവം അവനെ എപ്രകാരം കാണുന്നു എന്ന് ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് നമുക്കറിയാൻ തക്കവണ്ണം നമ്മുടെ മനോഭാവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥ, നമ്മളൊരു കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളൊരു പാസ്റ്ററിനെ കണ്ടു, അവർ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, മിനിസ്ട്രി ചെയ്യുന്നവരാണ്, അവർക്ക് പല ആവശ്യങ്ങളുണ്ട്. അവരെ നോക്കുമ്പോൾ കർത്താവ് എന്താണ് കർത്താവിന് അവരെ പറ്റിയുള്ള മനോഭാവം, ആ സെയിം ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മനോഭാവം നമുക്കും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെയാണ് കർത്താവിൻ്റെ ഹൃദയത്തെ നമ്മൾ ചേസ് ചെയ്യാൻ പറ്റുന്നത്, പിന്തുടരാൻ പറ്റുന്നത്. ദാവീദിനൊരു ഉദാഹരണമാണ്. കാരണം ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതും കൽപ്പിച്ചതും എല്ലാം അവൻ ചെയ്തു. ഹല്ലേലൂയ. സോ നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവ് പറയുന്നതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ് കർത്താവ് നോക്കുന്നത്. ഇവൻ അനുസരിക്കാൻ, ചിലപ്പോൾ നമ്മൾ 100% അനുസരിക്കാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷെങ്കിൽ കർത്താവ് നോക്കുന്ന, അവൻ അനുസരിക്കാൻ ശ്രമിച്ചു, എവിടെയോ തെറ്റിപ്പോയി, ഡസൻറ്റ് മാറ്റർ. അതുകൊണ്ടാണ് വെളിപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ 7 സഭകൾക്ക്, വീണ്ടും ജനിച്ച വിശ്വാസികളുടെ സഭകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഒരു സഭയെ നോക്കി പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നീ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്കൊരു കുറവ് പറ്റി, ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വിട്ടുമാറി. ലോർഡ് സെഡ്, നോ, യു റിപ്പന്റ് ആൻഡ് കം ബാക്ക്. നീ അനുദപിച്ച് തിരിച്ചു വരിക. ഹല്ലേലൂയ. സോ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഹൃദയം തേടുന്ന ഒരു മനോഭാവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കൊളോഷ്യൻസ് chapter 3 verse 1-3. Colossians chapter 3 verse 1-3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുമെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. സി വാട്ട് ഈസ് എ മൈൻഡ് ആറ്റിറ്റ്യൂഡ്. 11ാമത്തേതാണ്, ലാസ്റ്റ് വൺ. നമ്മുടെ മനസ്സിൻ്റെ മനോഭാവം എന്തായിരിക്കണം? പുട്ട് ദ അതർ വൺ, ഫസ്റ്റ് വൺ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, വീണ്ടും ജനിച്ചവർ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് നമ്മൾ ആദ്യത്തെ മനോഭാവത്തിൽ കണ്ടു, അല്ലേ? ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്തെ ഭാഗത്ത്, അവനോടുകൂടെ നമ്മൾ എല്ലാ ആധിപത്യത്തിനും അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും മീതെ അവൻ്റെ കൂടെ നമ്മൾ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഞാനൊരു മർമ്മം കണ്ടോ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു മർമ്മം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിശ്വാസികൾ ആത്മാവിൻ്റെ തലത്തിൽ എപ്പോഴും വസിക്കണം. ആമേൻ.
ജഡത്തിൻ്റെ തലത്തിലല്ല, ആത്മാവിൻ്റെ തലത്തിൽ വസിക്കണം. ജഡത്തിൻ്റെ തലത്തിലേക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ച് തിരിച്ച് ആത്മാവിൻ്റെ തലത്തിലേക്ക് വരണം. ഈ മനോഭാവങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസി ആത്മാവിൻ്റെ മണ്ഡലത്തിൽ നടക്കാൻ സാധിക്കും. അതാണ് ഈ 11ാമത്തെ മനോഭാവത്തിൽ എഴുതിയത്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ദാറ്റ് മീൻസ് വചനം മാത്രം ചിന്തിക്കുവിൻ. എല്ലാ സിറ്റുവേഷനിലും മെഡിറ്റേറ്റ് ഓർ കോണ്ടംപ്ലേറ്റ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമായി മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു ഗാനം ആലപിച്ച് കർത്താവിന് വേണ്ടി ഓഫറിങ് ടൈത്ത് ആൻഡ് ഓഫറിങ് വി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഫിസിക്കലി ഇവിടെ അല്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ നിങ്ങളുടെ കയ്യിൽ പലപ്പോഴും അഡ്രസ്സൊക്കെ വരാറുണ്ട്. ആ അഡ്രസ്സിൽ നിങ്ങൾ സംഭാവന കർത്താവിൻ്റെ ആ ബാങ്കിലേക്ക് ടൈത്തും ഓഫറിങ്ങും ഒക്കെ അയക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ആരാധനയോടെ നമ്മൾ കർത്താവിന് നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ ത്യാഗമോർക്കുമ്പോൾ വന്ദയെ ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ഓർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ സ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും.
നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ എന്നേശുവേ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നവർ, ഓൺലൈനിൽ കാണുന്നവർ കണ്ണുകളടച്ച് ഒരു കൈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ആരാധനയും അങ്ങയുടെ വചനവും കർത്താവ് എല്ലാം ആത്മീയ ഉന്നതിക്ക് കാരണമായിരിക്കട്ടെ, അങ്ങക്ക് പ്രസാദകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നപ്പാ. ഈ വരുന്ന ഒരാഴ്ചക്കാലം അവിടുത്തെ ചെറിയ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അപ്പാ. ഒരു ആപത്തും അനർത്ഥം കൂടാതെ, ഒരു രോഗവും വരാതെ അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ഇൻസ്ട്രുമെൻ്റ് അടിക്കുന്നവരെയും മൈക്ക് ഓപ്പറേറ്റ് എല്ലാം കരമേൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ സംരക്ഷിക്കണമേ. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും എപ്പോഴും നമ്മുടെ കൂടെ എന്നുമെന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ.